ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് സന്ദേശം 15-ാം ദിവസം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ക്രിസ്തു ദർശനം നമുക്ക് സന്തോഷവും സമാധാനവും നൽകും. യേശു മനുഷ്യരോടൊപ്പം ആയിരിക്കാൻ ഈ ലോകത്തിലേക്ക് വന്നു. ആ യേശുവിനെ നമ്മൾ സന്ദർശിക്കുകയും ആ യേശുവിൽ നിന്ന് അനുഗ്രഹം തേടുകയും വേണം. യേശുവിനെ സന്ദർശിച്ച ക്രിസ്തു ദർശനം നമുക്ക് ലഭിച്ചാൽ നമുക്ക് സന്തോഷം ലഭിക്കും, സമാധാനം ലഭിക്കും. യേശു ജന്മിച്ച അവസരത്തിൽ കിഴക്കുനിന്ന് 3 രാജാക്കന്മാർ വന്ന് യേശുവിനെ ആരാധിക്കുകയും യേശുവിൻ്റെ ദർശനത്താൽ വലിയ സന്തോഷം അനുഭവിക്കുകയും ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ ലോകരക്ഷകനായി ജനിച്ച ഈശോയെ കണ്ട ശിമയോൻ വളരെയധികം സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ലോകത്തിന്റെ രക്ഷയ്ക്കായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ കണ്ടിരിക്കുന്നു. ഇനി എന്നെ സമാധാനത്തിൽ വിട്ടയക്കണമേ. യേശുവിനെ കണ്ടാൽ സമാധാനം ലഭിക്കും, യേശുവിനെ കണ്ടാൽ ആനന്ദം ലഭിക്കും. ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ ഈ യേശുവിനെ കാണുവാനും യേശു ദർശനം വഴി ആനന്ദം ലഭിക്കുവാനും നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ആനന്ദം നമുക്കും സ്വന്തമാക്കാൻ കഴിയും. യേശു നമ്മുടെ അടുത്തേക്ക് വന്നു. അത് യേശുവിൻ്റെ വശത്തു നിന്നുള്ള ഒരു കാൽവെപ്പാണ്. എന്നാൽ ഈ യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുകയും ദർശനം തേടുകയും വേണം. അപ്പോഴാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് യേശുവിൻ്റെ അടുത്തേക്ക് പോകാം, യേശുവിനെ ദർശിക്കാം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പുൽക്കൂട്ടിലെ ഉണ്ണീശോ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആനന്ദം കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കട്ടെ.